തനിക്കേറ്റ അപമാനത്തിനൊടുവിൽ തനിക്ക് നൊസ്സു വരുമെന്നൊരു ശങ്കയും അദ്ദേഹത്തിനില്ലാതില്ല. സരോജം തൻ്റെ ഭർത്താവിന് ആശ്വാസവാക്കുകൾ മൊഴിഞ്ഞു. പക്ഷേ ഭാര്യയെ കാണും തോറും അയാൾക്ക് കലി അടക്കാനായില്ല. അയാളുടെ കാഴ്ചയിൽ സരോജം വിരൂപയാണ്. ജോലി ചെയ്ത് തേയ്മാനം വന്ന ശരീരഭാഗങ്ങൾ കാണുമ്പോൾ അയാൾക്ക് സഹികെടും. തയ്യൽ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ അന്ന് ജാനകി വളരെ വൈകിയിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ യാത്ര റോഡിലൂടെയുള്ള യാത്രാക്ലേശം കുറച്ചിരുന്നു. എങ്കിലും പാമ്പിനെയും നീർക്കോലികളെയും അവൾക്ക് ഭയമായിരുന്നു. ഒരിക്കൽ ഒരു നീർക്കോലി അവളെ കടിച്ചിട്ട് അത്താഴം മുടക്കിയിട്ടുമുണ്ട്. പൊടുന്നനെ അവളൊരു ഞരക്കം കേട്ടു. കണ്ടമാണോ വരമ്പാണോ തൻ്റെ കാലിനടിയിൽ എന്നറിയാത്ത അവസ്ഥ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. ഒറ്റ കാഴ്ചയിൽ ഒന്നും വ്യക്തമല്ല, ഒന്നും മനസ്സിലായതുമില്ല. അവിടെ ഒന്നും ഉള്ളതായി അവൾക്ക് തോന്നിയതുമില്ല. മിഴികൾ ഒന്നുകൂടി വ്യക്തത വരുത്തി. ആരോ ഒരാൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നി. ആരാ? എന്താ പറ്റിയത്? അവൾ അല്പം ഭീതി കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. വെള്ളം, വെള്ളം, അയാൾ ശബ്ദിച്ചു. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു. ശങ്കരേട്ടൻ്റെ ഏട്ടൻ, ചിറ്റേടത്തെ വലിയദ്ദേഹം. നാടുവിറപ്പിക്കുന്ന അദ്ദേഹത്തിനും ഒരു പതനമോ? ഒരു കൈ സഹായം കൊടുത്തു. അതുപോരാ എന്ന് തോന്നിയപ്പോൾ കയ്യിലെ ബാഗും കുടയും വരമ്പിലൊതുക്കി വെച്ച് അയാളെ തൻ്റെ മെയ്യോട് ചേർത്ത് താങ്ങി എണീൽപ്പിച്ചു. തോളോട് തോളുരുമ്മി മുന്നോട്ട് നടത്തിക്കുമ്പോൾ അവൾ അറിഞ്ഞു ആദ്യമായി ഒരു പുരുഷഗന്ധം. അയാൾ തീർത്തും അവശനായിരുന്നു. ഒരുപക്ഷെ അവൾ ആ ഗന്ധം ആസ്വദിക്കുകയായിരുന്നു. അവൾക്ക് ആദ്യമായി ജീവിതത്തോട് ആസക്തി തോന്നി. അയാളെ വീട്ടിലെത്തിച്ച് തിരികെ വന്നതുപോലും അവൾക്ക് ഓർമ്മയില്ല. ശത്രുക്കളിൽ ആരോ 2 പേരുടെ ഇരുട്ടടി മൂലം ചിറ്റേടത്തെ കാരണവർ കിടപ്പിലായ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാട്ടുകൊമ്പൻ്റെ മസ്തകത്തിൽ തന്നെ അടി വീണു. 2 ആഴ്ചയോളം ശങ്കരനും മന്ദാകിനിക്കും സമാധാനമുണ്ടായിരുന്നു. ശങ്കരൻ ഉള്ളാലെ ചിരിച്ചു. എത്രയോ കാലമായി താൻ ഇയാളുടെ പതനം ആഗ്രഹിക്കുന്നു.